ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ പെപ്പർ 2K23. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഓണസദ്യ പ്രമാണിച്ചിട്ട് നമ്മളൊരു കിടിലൻ ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിന് മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ വേണം പ്രസ് ചെയ്യണം, എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് 1 കപ്പ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരുപാട് മൂത്ത ഇഞ്ചി ഞാൻ എടുത്തിട്ടില്ല, എന്നാൽ ഒരുപാട് എളുപ്പം ഇഞ്ചി എടുത്തിട്ടില്ല. ഒരു മീഡിയം ലെവലിലുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇഞ്ചി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒരുപാട് ഒഴിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അങ്ങനെ വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ നമ്മൾ അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇഞ്ചിയുടെ ഗുണങ്ങളും അതിൻ്റെ ടേസ്റ്റൊക്കെ ഒരുപാട് വ്യത്യാസം വരും. ഇഞ്ചി ഒരുപാട് മുരിഞ്ഞു പോകാനും അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഇഞ്ചി ഒന്ന് വഴറ്റിയെടുക്കുന്നത്. കണ്ടോ, ഈ രീതിയിൽ ഇത്രയും വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു കുടത്തിൻ്റെ വെളുത്തുള്ളിയുടെ പകുതി കുടം വെളുത്തുള്ളി, ഒരു 5-6 ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞത്, നീളത്തിനരിഞ്ഞോ വട്ടത്തിനരിഞ്ഞോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന്, അതും ഇഞ്ചിയും അതുപോലെ നിങ്ങൾക്ക് ചോപ്പ് ചെയ്യാമോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം. കാരണം ഇത് നമുക്ക് ലാസ്റ്റ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് നമ്മൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മളിത് അത്യാവശ്യം മൂപ്പിച്ചെടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിക്കറിയൊക്കെ നമ്മൾ കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു 3-4 ദിവസം നിങ്ങൾക്ക് പുറത്ത് സ്റ്റോർ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഇതിനകത്തോട്ട് ഞാനിപ്പം ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾ സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതിയാകും. ഇല്ലെങ്കിൽ എരിവ് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല, മുളക് പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് മൂപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം 1-2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അതൊഴിച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താലും മതിയോ. അപ്പോൾ മുളക് പൊടി കരിഞ്ഞു പോകുന്ന പേടി വേണ്ട. എന്തായാലും മുളക് പൊടിയുടെ പച്ചമണം മാറുന്ന രീതിയിൽ ഇത് മൂപ്പിച്ചെടുക്കണം. ഇത് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് കുറച്ച് നേരം തണുക്കാൻ വെക്കണം. കാരണം ഇത് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തണുത്തതിന് ശേഷം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലാണ് അരച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിക്കാതെ നമ്മളൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരുപാട് പൊടിയാവാൻ പാടില്ല, ചെറിയ ചെറിയ തരികൾ കാണണം. നമ്മൾ പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 സ്പൂൺ കടുകും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം 1 വറ്റൽമുളക് ഇടുക കേട്ടോ. വറ്റൽമുളക് ഓപ്ഷനിലാണ്. എരിവ് കൂടുതലാണെങ്കിൽ വറ്റൽമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. വറ്റൽമുളക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കറിവേപ്പില. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാനൊരു നെല്ലിക്ക അളവിന് പുളി, ഒരുപാട് ഞാൻ പുളി എടുക്കുന്നില്ല, ഒരു നെല്ലിക്ക അളവിന് പുളി കുതിർത്ത് വെച്ചത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത്രയും പുളി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നില്ല. അപ്പോൾ ഇത് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയുടെ ആ കൂട്ടിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കലക്കി വെച്ച പുളിവെള്ളം ഒഴിക്കുക. ഞാൻ ഇതിൽ പകുതി പുളിവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. പുളിവെള്ളവും ബാലൻസ് വെള്ളവും കൂടെ ഒഴിപ്പിച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിടും. ഉപ്പ് ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർക്കാവൂ. ഉപ്പിട്ടിട്ട് നല്ലപോലെ ഇത് തിളപ്പിച്ചെടുക്കുക. ഇതിലോട്ട് ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്, ശർക്കരയാണ് ചേർക്കുന്ന ഉചിതം. കാരണം ഇഞ്ചിക്കറിയിൽ മധുരം, പുളി, എരിവ് ഇതെല്ലാം ബാലൻസ് ആയിട്ട് നിന്നാൽ മാത്രമേ ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പം നിങ്ങൾ അത്യാവശ്യം ഏറെ ശർക്കര ചേർക്കണം കേട്ടോ. എൻ്റെ ശർക്കര ഇല്ലാത്തതുകൊണ്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ലാസ്റ്റിനകത്ത് ഒരു പിഞ്ച് അളവിന് ഉലുവാപ്പൊടി കൂടെ ചേർക്കുക. അപ്പം വെള്ളം നമ്മൾ കുറച്ച് വറ്റിച്ചെടുക്കണം. ഇഞ്ചിക്കറി ഇരിക്കും തോറും കുറുകാൻ ചാൻസ് ഉണ്ട്, കട്ടിയായി മാറും. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഇത്തിരി ലൂസാക്കി എടുത്താൽ മാത്രമേ ഇരിക്കുമ്പോൾ ഇത് കട്ടിയായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക്